ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സ്വാന ബംഗ്ല എന്ന ഗാനം രചിച്ചതാര്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സ്വാന ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. നാദിർഷയുടെ ആക്രമണം ഏത് വംശത്തിന്റെ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി? ആൻസർ മുഗൾ സാമ്രാജ്യം. നാദിർഷയുടെ ആക്രമണം മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെട്ട നേതാവ്? ആൻസർ ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെട്ട നേതാവാണ് ദാദാഭായ് നവറോജി. 1940 റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചതാര്? ആൻസർ എം.എൻ. റോയ്. 1940 റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചത് എം.എൻ. റോയ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. എന്നാൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിംഗ്സ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിംഗ്സ്. 10 തത്വങ്ങൾ 10 പ്രിൻസിപ്പിൾസ് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ആര്യ സമാജം. 10 തത്വങ്ങൾ ആര്യ സമാജവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എവിടെയാണ് കൻവർ സിംഗ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത്? ആൻസർ ജഗദീഷ്പൂർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം കൻവർ സിംഗ് നയിച്ചത് ജഗദീഷ്പൂരിലാണ്. പേഷ്വ ബാജിറാവു ഒന്നാമനെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക മേധാവി? ആൻസർ മാൽക്കം. പേഷ്വ ബാജിറാവു ഒന്നാമനെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക മേധാവിയാണ് മാൽക്കം. ആർക്കെതിരെയുള്ള സൈനിക നടപടിയുമായിട്ടാണ് സർ വില്യം സ്ലീമാന്റെ പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ തഗ്ഗുകൾ. ആർക്കെതിരെയുള്ള സൈനിക നടപടിയുമായിട്ടാണ് സർ വില്യം സ്ലീമാന്റെ പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ തഗ്ഗുകൾ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടത് ആര്? ആൻസർ ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട നേതാവ് ദാദാഭായ് നവറോജി. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃനിരയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ആൻസർ എം.എൻ. റോയ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃനിരയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയ്? ആൻസർ മേയോ പ്രഭു. ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയാണ് മേയോ പ്രഭു. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ വർഷം? ആൻസർ 1947 ജൂലൈ 18. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ വർഷം 1947 ജൂലൈ 18. 1934 ചെക്കോസ്ലാവാക്യൻ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച നേതാവ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. 1934 ചെക്കോസ്ലാവാക്യൻ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. പഞ്ചാബിന്റെ ബംഗാളിന്റെ വിഭജനത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷന്റെ തലവനായിരുന്നത് ആരാണ്? ആൻസർ സിറിൽ റാഡ്ക്ലിഫ്. പഞ്ചാബിന്റെ ബംഗാളിന്റെ വിഭജനത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷന്റെ തലവനായിരുന്നു സിറിൽ റാഡ്ക്ലിഫ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏതു സംസ്ഥാനത്താണ്? ആൻസർ ഉത്തർപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഉത്തർപ്രദേശിലാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം? ആൻസർ 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1930. 1912 സെപ്റ്റംബറിൽ പബ്ലിക് സർവീസിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച റോയൽ കമ്മീഷന്റെ തലവനായിരുന്നത് ആരാണ്? ആൻസർ ഇസ്ലിംഗ്ടൺ പ്രഭു. 1912 സെപ്റ്റംബറിൽ പബ്ലിക് സർവീസിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച റോയൽ കമ്മീഷന്റെ തലവനായിരുന്നത് ഇസ്ലിംഗ്ടൺ പ്രഭു. ഓൾ ഇന്ത്യ നൗജവാൻ സഭ സ്ഥാപിച്ചതാര്? ആൻസർ ഭഗത് സിംഗ്.
ഓൾ ഇന്ത്യ നൗജവാൻ സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. മദ്രാസിൽ റേറ്റ്വാരി സമ്പ്രദായം കൊണ്ടുവന്നത് ആര്? തോമസ് മൺട്രോ. മദ്രാസിൽ റേറ്റ്വാരി സമ്പ്രദായം കൊണ്ടുവന്നത് തോമസ് മൺട്രോ. 1857 കലാപത്തിന്റെ പ്രതീകം എന്തായിരുന്നു? ആൻസർ, കറക്റ്റ് ആൻസർ ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. എന്നാൽ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആൻസർ താമരപ്പൂവും ബ്രെഡും എന്നാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ആൻസർ, ഗാന്ധിജി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ഗാന്ധിജി. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരെ? ആൻസർ, വി.ഒ. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. ഏതിന്റെ ആസ്ഥാനമായിരുന്നു യുഗാന്തർ ആശ്രമം? ആൻസർ, അഭിനവ് ഭാരത് സൊസൈറ്റി. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നു യുഗാന്തർ ആശ്രമം. താഴെ പറയുന്നവരിൽ തിരുനെൽവേലി ഗൂഢാലോചന കേസുമായി ബന്ധമുള്ളത് ആര്? ആൻസർ, വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യരാണ് തിരുനെൽവേലി ഗൂഢാലോചന കേസുമായി ബന്ധമുള്ളത്. 1913 അമേരിക്കൻ ഐക്യനാടുകൾ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആര്? ആൻസർ, ലാല ഹർദയാൽ. 1913 അമേരിക്കൻ ഐക്യനാടുകൾ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാൽ. മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? ആൻസർ, 607. മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ പങ്കെടുത്തത് 607 പേരാണ്. താഴെ പറയുന്നവരിൽ ദണ്ഡി മാർച്ചുമായി ബന്ധമില്ലാത്തത് ആര്? ആൻസർ, ഓപ്ഷൻ ഡി, ഇവരാരുമല്ല. ദണ്ഡി മാർച്ചുമായി ബന്ധമുള്ളവരാണ് സി കൃഷ്ണൻ നായർ, ശങ്കർജി, രാഘവ പൊതുവാൾ. 1925 സ്വരാജ് പാർട്ടിക്കാർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അധ്യക്ഷനായി ആരെയാണ് തെരഞ്ഞെടുത്തത്? ആൻസർ, വിത്തൽഭായ് പട്ടേൽ. 1925 സ്വരാജ് പാർട്ടിക്കാർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് വിത്തൽഭായ് പട്ടേലിനെയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി? ആൻസർ, ഹണ്ടർ കമ്മിറ്റി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മിറ്റി. INA നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിത? ആൻസർ, ക്യാപ്റ്റൻ ലക്ഷ്മി. INA നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആര്? ആൻസർ, മദൻ മോഹൻ മാളവ്യ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന? ആൻസർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് ആര്? ആൻസർ, പണ്ഡിത രമാഭായ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ്. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസാക്കിയത് ആര്? ആൻസർ, കഴ്സൺ പ്രഭു. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസാക്കിയത് കഴ്സൺ പ്രഭു. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി? ആൻസർ, ലാല ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായ്. രാഖി ബന്ധൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ, സ്വദേശി പ്രസ്ഥാനം. രാഖി ബന്ധൻ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോമൺവെൽത്തിന്റെ പത്രാധിപരായിരുന്നത്? ആൻസർ, ആനി ബെസന്റ്. കോമൺവെൽത്തിന്റെ പത്രാധിപരാണ് ആനി ബെസന്റ്.
1935 നിയമത്തെ ശക്തമായ ബ്രേക്കുകളോട് കൂടിയതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ ജവഹർലാൽ നെഹ്റു. 1935 നിയമത്തെ ശക്തമായ ബ്രേക്കുകളോട് കൂടിയതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ലാലാ ലജ്പത് റായ് ആരംഭിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഏത്? ആൻസർ ദി പീപ്പിൾ. ലാലാ ലജ്പത് റായ് ആരംഭിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമാണ് ദി പീപ്പിൾ. യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ. യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ. സി രാജഗോപാൽ ആചാരി 1925 ഗാന്ധിയൻ ആശ്രമം സ്ഥാപിച്ചതെവിടെ? ആൻസർ തിരുച്ചെങ്ങോട്. സി രാജഗോപാൽ ആചാരി 1925 ഗാന്ധിയൻ ആശ്രമം സ്ഥാപിച്ചത് തിരുച്ചെങ്ങോട്. ഭിന്നിച്ചു ഭരിക്കുക എന്നത് ആരുടെ നയമായിരുന്നു? ആൻസർ ബ്രിട്ടീഷുകാർ. ഭിന്നിച്ചു ഭരിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ നയമായിരുന്നു. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ആൻസർ സി ആർ ദാസ്. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നത് സി ആർ ദാസ്. 1857 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഖാൻ ബഹദൂർ ഖാൻ. 1857 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ. ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയത് എന്നാണ്? ആൻസർ 1928 ഫെബ്രുവരി 3. ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയ ദിവസം 1928 ഫെബ്രുവരി 3. 1946 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ആൻസർ ഓപ്ഷൻ എ പെത്വിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. 1946 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നു പെത്വിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. താഴെ പറയുന്നവയിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ലണ്ടനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ നിയമിക്കൽ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ സംബന്ധിച്ച പ്രസ്താവനകളാണ് ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപിക്കൽ, പ്രവിശ്യ സ്വയംഭരണം, ഫെഡറൽ കോടതി സ്ഥാപിക്കൽ. ദുർബല ചിത്തനായ മിതവാദി എന്ന് കോൺഗ്രസിലെ തീവ്രദേശീയവാദത്തിന്റെ നേതാക്കൾ വിളിച്ചത് ആരെയാണ്? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. ദുർബല ചിത്തനായ മിതവാദി എന്ന് കോൺഗ്രസിലെ തീവ്രദേശീയവാദത്തിന്റെ നേതാക്കൾ വിളിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ചത് ആര്? ആൻസർ മുഹമ്മദ് അലി ജിന്ന. നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മഹാദേവ ദേശായി. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി? ആൻസർ ഓപ്ഷൻ ഡി ലിട്ടൻ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയിയാണ് ലിട്ടൻ പ്രഭു. ഗീതാരഹസ്യം രചിച്ചതാരെ? ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ഗീതാരഹസ്യം രചിച്ചത് ബാലഗംഗാധര തിലക്. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഇൽബർട്ട് വിവാദം ഉണ്ടായത്? ആൻസർ ഓപ്ഷൻ ബി റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭുവിന്റെ കാലത്തായിരുന്നു ഇൽബർട്ട് വിവാദം ഉണ്ടായത്. ധാക്ക അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ? ആൻസർ പുലിൻ ദാസ്. ധാക്ക അനുശീലൻ സമിതിയുടെ സ്ഥാപകനാണ് പുലിൻ ദാസ്. താഴെ പറയുന്നവയിൽ തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം? ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം.
തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. പത്താൻകാർക്കിടയിൽ ഖുദായി ഖിദ്ഗർ എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചതാരെ? ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. പത്താൻകാർക്കിടയിൽ ഖുദായി ഖിദ്ഗർ എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഭഗത് സിംഗിന് വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏതു കേസിലാണ്? ആൻസർ ലാഹോർ ഗൂഢാലോചന കേസ്. ഭഗത് സിംഗിന് വധശിക്ഷയ്ക്ക് വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിനെ തുടർന്നാണ്. ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ഏതു നിയമപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ്. ഏതു സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. 1919 ഏപ്രിൽ 13 പ്രാധാന്യം? ആൻസർ ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 പ്രാധാന്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. മിത്രമേളയുടെ സംഘാടകൻ? ആൻസർ വി ഡി സവർക്കർ. മിത്രമേളയുടെ സംഘാടകനാണ് വി ഡി സവർക്കർ. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച തീയതി? ആൻസർ 1930 മാർച്ച് 12. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച തീയതി 1930 മാർച്ച് 12. ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ അധ്യാപകനായും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയായും കരുതപ്പെടുന്ന നേതാവ്? ആൻസർ ആചാര്യ വിനോബ ഭാവെ. ഇന്ത്യയുടെ ദേശീയ അധ്യാപകനായും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയായും കരുതപ്പെടുന്ന നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. താഴെ പറയുന്നവയിൽ ഏത് പുസ്തകമാണ് ആനി ബസന്റ് രചിച്ചതല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക് ഹോം ഇൻ ദി വേദാസ്. ആനി ബസന്റ് രചിച്ച പുസ്തകങ്ങളാണ് സ്റ്റഡി ഇൻ കോൺഷ്യസ്നസ്, ദി ആൻഷ്യൻ വിസ്ഡം, മൈ പാത്ത് ഓഫ് എത്തിസം. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ആൻസർ ആഗാഖാൻ കൊട്ടാരത്തിൽ. ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ആൻസർ കെ ബി മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ ബി മേനോൻ. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആര്? ആൻസർ ജ്യോതിബ ഫുലെ. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിക്കുന്നതിനെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചതാര്? ആൻസർ സർ സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിക്കുന്നതിനെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് സി ശങ്കരൻ നായർ. ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്ന്? ആൻസർ 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി 1905 ഒക്ടോബർ 16. എന്തിന്റെ ഭാഗമായിട്ടാണ് ജാമിയ മിലിയ ഇസ്ലാമിയ ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ജാമിയ മിലിയ ഇസ്ലാമിയ ആരംഭിച്ചത്. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഏതു രാജ്യത്തു നിന്നാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയം കടം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ ബി അയർലാൻഡ്. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഹോം റൂൾ എന്ന ആശയം കടം കൊണ്ടത് അയർലൻഡിൽ നിന്നായിരുന്നു. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചതാര്? ആൻസർ ലക്ഷ്മി സൈഗാൾ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചത് ലക്ഷ്മി സൈഗാൾ.
സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന സംഘടന. ആൻസർ ഇന്ത്യൻ അസോസിയേഷൻ. സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ജി സുബ്രഹ്മണ്യ അയ്യർ. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ജി സുബ്രഹ്മണ്യ അയ്യർ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട തീയതി. ആൻസർ 1906 ഡിസംബർ 30. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട തീയതി 1906 ഡിസംബർ 30. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയിയായി അറിയപ്പെടാൻ തുടങ്ങിയത്? ആൻസർ ഓപ്ഷൻ എ 1858 ഓഗസ്റ്റ് 2. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ വൈസ്രോയിയായി അറിയപ്പെടാൻ തുടങ്ങിയത് 1858 ഓഗസ്റ്റ് 2 മുതലാണ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 3 പ്രാവശ്യം സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? ആൻസർ ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 3 പ്രാവശ്യം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 1914 സേവാ സമിതി സ്ഥാപിച്ച വ്യക്തി. ആൻസർ എച്ച്.എൻ. കുൻസ്രു. 1914 സേവാ സമിതി സ്ഥാപിച്ചത് എച്ച്.എൻ. കുൻസ്രു. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപം കൊണ്ട വർഷം. ആൻസർ 1936. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപം കൊണ്ട വർഷം 1936. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏതു നിയമമാണ് പ്രവിശ്യകൾ സ്വയംഭരണം കൊണ്ടുവന്നത്? ആൻസർ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പ്രവിശ്യകൾ സ്വയംഭരണം കൊണ്ടുവന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ആൻസർ അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റാണ് അബ്ദുൽ കലാം ആസാദ്. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ആൻസർ 72. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയ തീയതി. ആൻസർ 1931 മാർച്ച് 23. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയ തീയതി 1931 മാർച്ച് 23. ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത്? ആൻസർ ഓപ്ഷൻ ഡി സെയ്ഫുദ്ദീൻ കിച്ലു സത്യപാൽ. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനമായിരുന്നത്? ആൻസർ സാൻ ഫ്രാൻസിസ്കോ. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനമായിരുന്നത് സാൻ ഫ്രാൻസിസ്കോ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചതാര്? ആൻസർ റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. 1907 സമ്മേളനത്തിൽ മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസം ഏതു കാര്യത്തിലായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സ്വരാജ്. 1907 സമ്മേളനത്തിൽ മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യം സ്വരാജ് ആയിരുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി കണക്കുകൂട്ടലുകൾ നടത്തിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവ്? ആൻസർ ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി കണക്കുകൂട്ടലുകൾ നടത്തിയ ദേശീയ നേതാവാണ് ദാദാഭായ് നവറോജി. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സംയുക്ത സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ലക്നൗ. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സംയുക്ത സമ്മേളനം നടന്ന സ്ഥലം ലക്നൗ. 1857 കലാപശേഷം നേപ്പാളിലേക്ക് കടന്നതാര്? ആൻസർ നാനാ സാഹിബ്.
1857 കലാപത്തിന് ശേഷം നേപ്പാളിലേക്ക് കടന്നത് നാനാ സാഹിബ്. താഴെ പറയുന്നവയിൽ മഹാരാഷ്ട്രയിൽ ജനിച്ച നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിൽ ജനിച്ച നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് ആരെയാണ് വധിച്ചത്? ആൻസർ മൈക്കൽ ഒഡയറിനെ. 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് വധിച്ചത് മൈക്കൽ ഒഡയറിനെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതെല്ലാം? ആൻസർ പഞ്ചാബും ബോംബെയും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത സ്ഥലങ്ങളാണ് പഞ്ചാബ്, ബോംബെ. ഇന്ത്യ വിടാനുള്ള ചരിത്രപരമായ പ്രഖ്യാപനം ക്ലെമന്റ് ആറ്റ്ലി നടത്തിയതെന്ന്? ആൻസർ 1947 ഫെബ്രുവരി 20. ഇന്ത്യ വിടാനുള്ള ചരിത്രപരമായ പ്രഖ്യാപനം ക്ലെമന്റ് ആറ്റ്ലി നടത്തിയത് 1947 ഫെബ്രുവരി 20. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പ്രസ്ഥാനം? ആൻസർ അലിഗഡ് പ്രസ്ഥാനം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി? ആൻസർ ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജിയെ കൂടാതെ 1948 അന്തരിച്ച നേതാവ്? ആൻസർ മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജിയെ കൂടാതെ 1948 അന്തരിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്